ചെറുപ്പക്കാരനെ പ്രണയിക്കുക. അങ്ങനെ പ്രണയിച്ചിട്ട് പ്രണയം നടിച്ച് അവനെ ഊറ്റാനുള്ളതെല്ലാം അവൻ്റെ അടുത്ത് നിന്ന് ഊറ്റിയെടുക്കുക. അതിനുശേഷം അവനെ ഒഴിവാക്കാൻ വേണ്ടി എന്താണ് വഴി എന്ന് ആലോചിച്ച് ഒരു കാര്യം പറഞ്ഞാൽ സത്യത്തിൽ അവനോട് അവൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് തന്നെ ഇഷ്ടമല്ല, നീ ഒന്ന് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒരുപക്ഷെ അവൻ്റെ മനസ്സ് അത്രമേൽ പൊട്ടിപ്പോകുമായിരിക്കാം. പക്ഷേ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ മാർഗ്ഗം ഉണ്ടായിരുന്നിരിക്കാം ഒരുപക്ഷെ അവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. പക്ഷേ ഇത് ഒന്നുമില്ലാതെ അവനെ ഒഴിവാക്കിയെടുക്കാൻ അവൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു ഈ പറയുന്ന പോലെ ഫ്രൂട്ടി ചാലഞ്ച്. ഒരു കുട്ടിയോട് അത്രമേൽ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ ഈ പറയുന്നത് പോലെ ഒരു കുട്ടിക്കളി കളിച്ചു കൊടുത്തു. അവളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അവൻ അതിനൊക്കെ നിന്ന് കൊടുത്തത്. നമുക്കറിയാമല്ലോ, നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് മുമ്പിൽ കണ്ണ് കാണില്ല എന്ന് പറയും. അങ്ങനെയാണ് ഈ പറയുന്ന ഇവളുടെ ഈ ഒരു ചതിയിൽ ഈ പാവപ്പെട്ട പയ്യൻ ഷാരോൺ പെട്ടുപോയത്. അവൾ അതിൽ വിഷം കലക്കി കൊടുത്ത് അങ്ങനെ ഓരോ തവണയായി, അതായത് പതിയെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇതാണ് ഇവൾ, കളനാശിനിയാണ് ഇവൾ. വളരെ ചെറിയ രീതിയിലാണ് കലക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഒറ്റയടിക്ക് മരണപ്പെട്ടാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ചായിട്ട് കലക്കി കൊടുത്ത് പതുക്കെ ഈ പറയുന്ന ഷാരോണിൻ്റെ ആന്തരികാവയവങ്ങളെല്ലാം നശിച്ചു പോയി മരണപ്പെടണം എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം, ഇവരുടെ ലക്ഷ്യം. അത് കൃത്യമായി ഫലം കണ്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അവസാനം ഷാരോണിന് ബോധ്യപ്പെടുന്നുണ്ട് ഇത് വലിയ ബുദ്ധിമുട്ടിലേക്ക് താൻ പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് കൂടി അവസാനം മരണമൊഴിയിൽ പോലും അവൻ ഇവളെ ഒറ്റി കൊടുത്തില്ല എന്നുള്ളതാണ്.